ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിൽ എന്താ നടക്കുന്നത്? അവിടെ എന്താണ് ചരക്ക്? അവിടെ വിപണനം ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? പെണ്ണിന്റെ ശരീരമാണ് അവിടെ വിൽക്കുന്നത്, പെണ്ണിന്റെ ബ്യൂട്ടിയാണ് അവിടെ വിൽക്കുന്നത്. പെണ്ണിന്റെ ശരീരം കാണിച്ച് അവിടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ പറയുന്നു. അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയാം, വസ്തുവൽക്കരണം എന്ന് പറയാം. എന്ന് വെച്ചാൽ പെണ്ണിന്റെ ശരീരത്തെ കേവലം ഒരു ഒബ്ജക്റ്റായി വിൽക്കാനുള്ള ഒബ്ജക്റ്റാക്കി മാറ്റുന്നു. അത് സോഷ്യൽ പ്രഷർ മുഖേന അങ്ങനെ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ സാമൂഹ്യ സാഹചര്യത്തെയാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. അതേ സാമൂഹ്യ സാഹചര്യമാണ് പെണ്ണിനെ ഐ സ്റ്റോപ്പർ ആക്കുന്നത്. എന്താണ് ഈ ഐ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ? അത് ഷൂസിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും, കാറിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും, മൊട്ടുസൂചിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനെ അവിടെ വെച്ചിട്ടുണ്ടാകും. എന്തായിട്ട്? നമ്മൾ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ പറയാം ഐ സ്റ്റോപ്പർ എന്നാണ്. ആണിന്റെ കണ്ണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വസ്തുവായിട്ട് പെണ്ണിന്റെ ശരീരത്തെ മാറ്റുന്നു. ഇതാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത. ഇവിടെ നടക്കുന്നത് ഒരു ചൂഷണമാണ്. പെണ്ണിന്റെ ശരീരത്തെ വസ്തുവൽക്കരിച്ചുകൊണ്ട് വിപണനം നടത്തുക എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധതയാണ് നടക്കുന്നത്. ആ സ്ത്രീ വിരുദ്ധതക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജാബ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയില്ലേ. അങ്ങനെ എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാണുങ്ങൾ നോക്കി കമന്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ കർവിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതോ നല്ല ചരക്കാണെന്ന് പറയുന്നതിനോ അല്ല ഒരു സ്ത്രീയുടെ വാല്യൂ. അതുകൊണ്ട് തന്നെ ആണിന്റെ കമന്റ് അടിക്കും, അതുപോലെ തന്നെ ആണിന്റെ ഐ സ്റ്റോപ്പർ ആയിട്ടും എന്റെ ശരീരം മാറ്റാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഹിജാബ്. അതായത് എന്നെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതും എന്നെ നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടതും നിങ്ങളുടെ ഈ ഐ സ്റ്റോപ്പർ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചരക്കാക്കിക്കൊണ്ടോ അല്ല, എന്റെ വാല്യൂ കൊണ്ടാണ്.